ഇവിടെ കോട ഇറങ്ങി തുടങ്ങിട്ടത് യേട്ടാ നമ്മുടെ ചേച്ചിടാ ഷാക്കിത വെട്ടി വയ്ക്കാൻ പോണു. 950. വാവ്. Hey guys, welcome back to our channel Rear Breaker. Guys, ഇന്ന് നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ, കൊടൈ ഇറങ്ങാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. ജസ്റ്റ് ഇപ്പോൾ വീണ്ടും ലേക്കിൻ്റെ വരെ പോവാം, എന്നിട്ട് അവിടെ കുറച്ച് ചില്ലായി നിൽക്കാം, തിരിച്ചിറങ്ങാം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇന്ന് രാവിലെ നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. തണുപ്പുണ്ട്, കോടയില്ല, മഴയില്ല, ഒന്നുമില്ല. വെയിലുണ്ടോ വെച്ച് കഴിഞ്ഞാൽ അത്ര ഡാർക്ക് വെയിലൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ്. സൺഡേ ഉണ്ടോന്ന് അതിൻ്റെ റഷൊക്കെ റോട്ടിൽ കാണാണ്ട്. സൺഡേ നല്ല ക്രൗഡാണ് കേട്ടോ. മോഴ്സിങ്ങിനും അത്യാവശ്യം ലേക്കിൻ്റെ ചുറ്റും നല്ല ക്രൗഡുണ്ട്. സൈക്ലിങ്ങും പിന്നെ ഓഫ് റൈഡും അങ്ങനെ എല്ലാമായിട്ട് നല്ല ക്രൗഡുണ്ട്. ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മൾ സ്ഥിരം വരുന്ന ഒരു തട്ടുകട ഉണ്ട്, ചേച്ചി തട്ടുകട, അപ്പോൾ അങ്ങോട്ട് പോവാണ്. സ്ഥിരം വെച്ചാൽ രണ്ട് ദിവസമായിട്ട് സ്ഥിരം വരുന്ന കട. അപ്പോൾ നോക്കി നോക്കാം, തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോക്കാം. യെസ്, കേട്ടോ നമ്മുടെ ചേച്ചിയുടെ കട. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഞങ്ങളിപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമ്മൾ 2 ദിവസം സ്ഥിരം വരുന്ന ഷോപ്പായിരുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റും മാഗിയും പിന്നെ എന്തൊക്കെ കഴിച്ച്, ഫ്രഷ് ബജ്ജിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് പൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങാണ്. ഓൾമോസ്റ്റ് 11:30 ആയി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവസ്ഥ നോട്ടെ. നമ്മൾ വന്നപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഓവർനൈറ്റ് ആയിരുന്നല്ലോ. ക്യാമറ എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കാണുമൊന്നുമില്ല. അപ്പോൾ ഒന്ന് പോണ വഴിക്ക് നമുക്ക് നോക്കി നോക്കാം, നല്ല വിഷ്വൽസ് കിട്ടി കഴിഞ്ഞാൽ തകർക്കാം. ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്, എന്താ അവസ്ഥ നോട്ടെ. ഷാക്കിത വെട്ടി വയ്ക്കാൻ പോണു. കയറി നിൽക്ക്. അതാ വെട്ടി വയ്ക്കണു. ഇപ്പം വയ്ക്കും, ഇപ്പം പൊട്ടും, പൊട്ടി, ഇപ്പം പൊട്ടും. എൻ്റെ മോനെ, ഏതോ സാധനം. ഞാനൊരു വെട്ടി വയ്ക്കട്ടെ. ഇത് പിടിച്ച ചേട്ടാ, അതെങ്ങനെ ഉന്നം പിടിക്കുക? ചേട്ടാ അത് കുഴപ്പമില്ല. ഇത് പിടിച്ചേ, ഹെൽമെറ്റ് വരട്ടെ. ഡിസ്പ്ലേയില് പോയല്ലോ. അത് ആ വഴി പോയി. ഏതേലും ബ്ലൂവിന്റെ താഴെ നോക്കി തുമ്പപ്പൂല അടിച്ചാ മതി. മോനത് സാധനം ആ താഴത്തെ നീല, അത് ആ വെള്ളം കൊണ്ടാ മതി. അയ്യോ, ആ ബ്ലൂവിന്റെ താഴെക്കണ മഞ്ഞ താഴത്ത് തന്നെ വെച്ച് മുളക്കുണ്ടോ? ലാസ്റ്റ് വൺ പിടി. ചുമലോട്ടേക്കണോ? അല്ല, ഉണ്ടായിന്ന് പോണ്ടോ? നിങ്ങളത് പൊട്ടിച്ചാൽ മതി.
എന്തൊക്കെ കാണുന്നുണ്ടോ? മലകൾ, പുഴകൾ. അത് ഞാൻ കണ്ടു. അവിടെ കുത്തുന്നുണ്ട്. പോവാ, ലെറ്റ്സ് ഗോ. ഗൈസ്, ദേ നമ്മളിപ്പോൾ വെടിവെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വൈബായിരുന്നു. 100 രൂപയായിരുന്നു കേട്ടോ. എത്ര 10 ഷോട്ടോ അത്ര കിട്ടിയതാണ് കേട്ടോ. നൈസായിരുന്നു. അത് നമ്മൾ ലേക്കിൻ്റെ ഭാഗത്ത് എൻട്രൻസ് ഭാഗത്ത് എത്തിട്ടോ. നല്ല ക്രൗഡാണ്, നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഇവിടെ പണിയാണ്. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി ആയിട്ട് നൈസായിട്ട് ഒന്ന് നടക്കിറങ്ങി കേട്ടോ. ഞാൻ നോക്കാമല്ലോ. അപ്പോൾ ഒന്ന് നടന്നിട്ട് വരാം. ഇന്ന് നല്ല വന്ന സ്ഥലങ്ങളൊക്കെ തന്നെ. പക്ഷേ ഒന്നുകൂടി ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് വെച്ചത് എന്തായാലും പോവല്ലേ. എത്ര? 150? 950. വാവ്. എവിടെ ഇതെത്ര? 550യോ? കമ്പിളി. ഏയ് അതെ അല്ലേ. ആ പക്ഷേ ചെറിയ പിള്ളേർക്കുള്ളത് ഇതെടുത്തോ. ഇവിടെ 5 ചായപ്പൊടി വാങ്ങി 1 ചായപ്പൊടി ഫ്രീ. 5 വാങ്ങിയ 1 ഫ്രീ. 5 വാങ്ങി 1 മറച്ചു വെക്കുക. അടിപൊളി. ജീരകം. ദേ ഇവിടെ കോടിറങ്ങി തുടങ്ങിട്ടോ. അത് നല്ല രീതിക്ക് കോടിറങ്ങി വന്നിട്ടല്ലോ. അടിപൊളി. ദേ അവിടെയൊക്കെ നല്ല രീതിക്ക് കോടിറങ്ങിയിട്ട് കേട്ടോ. ദേ അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ കുറച്ച് നേരം തിരിഞ്ഞു. ഓൾമോസ്റ്റ് 12 മണിയായി. ഇറങ്ങാം. ഇപ്പം ദേ നമ്മളിപ്പോൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. മൂഞ്ചിക്കല ഏരിയ തന്നെ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ആടിപ്പാടി നിർത്തിയിട്ടൊക്കെ എപ്പോൾ ഇറങ്ങിയതാ വെച്ചിട്ടാ കൊടൈക്കനാലും ഇട്ടിട്ടില്ല ഇവരായിട്ട്. അപ്പം അതൊക്കെ ഇറങ്ങാ വെച്ചിട്ടാ. ഇവിടത്തെ പെട്ടെന്നൊരു തണുപ്പ് വരട്ടെ. അവിടെ നിന്ന് കോട കയറി വരുന്നു കേട്ടോ. നോക്കാം. മിക്കവാറും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്ന തോന്നണേ. കോടയാണ് കേട്ടോ. പൊളിച്ച്. ഇത്ര നേരം ടൗണിൽ ഭയങ്കര ചൂടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ഇവിടത്തെ പെട്ടെന്നാണ്ട് ചേഞ്ചായി. ഇതേ അവിടെ നല്ല രീതിയിൽ കൂടുണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ കണ്ടില്ല ഒരു വെള്ളച്ചാട്ടം. ദേ അവിടെ തേക്കുണ്ട് കേട്ടോ. നമ്മൾ ലെറ്റ്സ് ഗോ. കുറച്ച് വെള്ളം കുറവുള്ളതെന്ന് തോന്നുന്നുണ്ട്. തേ പട്ടികൾ ഓർണൊക്കെ കുറങ്ങനെ പിടിക്കാനാണ് കേട്ടോ വിഷയം. ഓ 1 മണിയൊക്കെ ചാടും. കാട്ടിപ്പിട്ടി ഇടല്ലോ ഓർണ വിഷയം. സോളൊക്കെ വരാൻ പറ്റിയതാട്ടോ. വൈബ്. പറ്റിയ വെള്ളച്ചാട്ടം. മങ്കി മാൻ. വെള്ളച്ചാട്ടത്തിന് നിർത്താൻ നോക്കിയതാ. മങ്കി ഒന്ന് പിടിക്കാൻ പോയി. വീക്കെൻഡ്സൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വരണത് ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ ഇതിനൊരു എംടിക്കാരൻ പോയി. ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. വെടിയും പുകയും പറഞ്ഞാൽ വെടിയും പുകയും. ഇതൊന്നും ഒന്നും അല്ല തോന്നുന്നു. എല്ലാവരും ബസ്സുകാർ വരെ വീക്കെൻഡ്സ് ആകുമ്പോൾ ഒന്നുകൂടി കൂടുതലോ ഒന്ന് റഷ് ആവുമല്ലോ. അതാ വിഷയം. ഇന്നിപ്പോൾ സൺഡേ കമ്പാരിറ്റീവ്ലി നല്ല എന്താ പറയുക തണുപ്പ് കുറവാണ് കേട്ടോ. തണുപ്പ് നല്ല രീതിക്ക് കുറവുണ്ട്. വിചാരിച്ച തണുപ്പൊന്നുമല്ല. അത് ഇന്നലെ മഴയത്തോട് പാൻറ്റൊക്കെ നനഞ്ഞതാണ്. അത് ഇപ്പോഴത്തേക്കും ഉണങ്ങിയതൊക്കെ. ഇനി നനയെന്ന് പറയാം. മഴ പെയ്താൽ വിഷയമാവും. നോക്കാം.
നോക്കിക്കേ, ഈ അവിടെ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ, മൗണ്ടൈൻസൊക്കെ ആയിട്ട് നമുക്ക് പോവാം. മാൻ പൊളി. അത് താഴെ ഡാമിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കാണാണ്ട് അത് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് അറ്റം വരെ കാണാൻ പറ്റും. മൗണ്ടൈൻസ് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു ഫ്ലാറ്റ്, പിന്നെയും മൗണ്ടൈൻസ്. അവിടെ കുറേ വെള്ളം ഡാം പോലെ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കാണാൻ പറ്റും. നിരപ്പായ പ്രദേശം. മാൻ കുതിര മാൻ അടിപൊളി. ഇവിടെ ലെഫ്റ്റിൽ അടിപൊളി വ്യൂ കാണില്ല കേട്ടോ. പിന്നെ ചിരലൊക്കെ ഉണ്ടോ, സൂക്ഷിക്കണം കേട്ടോ. നോക്കി കുതിരകൾ. നമുക്ക് ഈ സ്ട്രക്ചർ ഫുള്ളും അങ്ങോട്ട് ഈ വ്യൂ തന്നെ കേട്ടോ. അടിപൊളി. മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ. താഴത്തേക്ക് ഡംപ് ചെയ്യണ്ടല്ലോ. ഇവിടെ നിർത്തിയത് താഴത്തേക്ക് കേട്ടോ. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കണമല്ലോ. എനിക്കൊന്ന് ലാൻഡ് സ്ലൈഡ് നടന്ന സംഭവം തോന്നണം. നോക്കിക്കേ, അടിപൊളി. ഇവിടെ മല കറങ്ങി ഇപ്പുറത്തേക്ക് എത്തി. ഇവിടെ മറ്റേ ഇവിടെ പാട്ടൊക്കെ ഇട്ട് ജില്ല് ജില്ലായിട്ട് പോവാം. വിഷയമാണല്ലോ. നല്ല രീതിക്ക് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ നല്ല രീതിക്ക് മണ്ണടിഞ്ഞിട്ട് റോഡൊരു എന്താ പറയുക, ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണാണ്. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ അവിടെ. ഒക്കെ നോക്കിയും കണ്ടൊക്കെ ഒന്ന് പോയാൽ കൊള്ളാം. അത് ഈ തിരുവിലൊക്കെ നമ്മളിങ്ങനെ ഒരു കോർണർ അടിച്ച് അപ്പുറത്ത് വരുമ്പോഴൊക്കെ ഈ സാധനം കാണാം. നമ്മൾ വരുമ്പോൾ നേരത്തെ അങ്ങനെ 2-3 സ്ഥലം കിട്ടി. ക്യാമറ ഓണല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ രാവിലെ ഇവിടുന്നുണ്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേ. കുടയുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടുന്ന എന്നിട്ട് നമ്മൾ പറഞ്ഞ ഷോപ്പാണ് വ്യൂ ഉള്ളത്. എന്നാൽ ഷോപ്പിൻ്റെ അകത്ത് നോക്കിയല്ലേ ഇൻസൈൻ വ്യൂ ആണ് അവിടെ. ഒരു വെള്ളച്ചാട്ടം, നൈസ് വെള്ളച്ചാട്ടം. എവിടെ ആ ചേട്ടൻ തേനൊക്കെ വിൽക്കാൻ വയ്ക്കണ്ട കേട്ടോ. നമ്മൾ വരുമ്പോൾ കണ്ടായിരുന്നു. താർത്തു. ഇതേ നമ്മളിനി അതേനെങ്ങനെ കറങ്ങി അങ്ങ് പോവും. എനിക്ക് അവിടേക്ക് എന്തൊക്കെയോ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ അവിടെ ഒരു വീടുണ്ട്. ഇതേ അവിടെയൊക്കെ നോക്കിയേക്ക്. അപ്പോൾ ഗായ്സ് ദേ ഞങ്ങളിപ്പോൾ അതവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. നൈസായിരുന്നു. ഞങ്ങളിരുന്നപ്പോൾ പിന്നെ കുറേ വണ്ടികളൊക്കെ വന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങോട്ട് പോന്നു. നൈസ് വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ആ പഴനി ഏരിയ അങ്ങോട്ട് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കൊള്ളാം. ഫുള്ളും നിരപ്പായ സ്ഥലങ്ങളാട്ടോ.
ഈ ഗട്ട്സ് മാത്രമല്ല, അത് കഴിഞ്ഞാൽ ഫുള്ളും ഇങ്ങനെ നല്ല ദൂരത്തേക്ക് കാണാണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ചുരമൊക്കെ ഇറങ്ങി തീരാറായി. നല്ല രീതിക്ക് വെയിലുണ്ട് കേട്ടോ. പോയി നല്ല ചൂടായി, തണുപ്പും കാര്യങ്ങളൊക്കെ പോയി. നല്ല ചൂട്, നല്ല വെയിലായി, പുകയാൻ തുടങ്ങി. അടിപൊളി. നമ്മൾ ആ മേലെ നിന്നുണ്ട് ആ ഡാമിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്തിയിട്ടത് നമുക്ക് കാണാണ്ട. നമ്മളവിടെ എത്തി. നല്ല വില ഇവിടെ കേട്ടോ. നമുക്ക് ഇതൊക്കെ ഊരേക്കാറായി, ഹുഡൊക്കെ ഊരേക്കാറായി. സാധാ ടീഷർട്ട് ഇടേണ്ട അവസ്ഥയിലോ. നല്ല ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരം വരെ കാണാൻ കേട്ടോ. റോഡാണല്ലോ, തെന്നി പോണോ? ഓ സീൻ. കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ റോഡ്. എന്താ ഇവിടെ വിഷയം ഉണ്ടല്ലോ, എന്തോ വളഞ്ഞിട്ട് പിടിച്ചേക്കാലോ. ആവോ എന്താ വിഷയമാവോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് കൊടൈക്കനാലത്തെ വീഡിയോസൊക്കെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ ബൈ.